നമസ്കാരം. ടെർബോ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. റിലീസിന് മുമ്പ് തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി ടെർബോ എന്ന സിനിമ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ചാനലിലൂടെ അവസാനമിട്ട വീഡിയോയിലൂടെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് ടെർബോ എന്ന സിനിമ മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കിയ കാര്യം. അതായത് ഓവർസീസിൽ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ടെർബോ. അതിനുശേഷം മറ്റൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ടെർബോ. ഇപ്പോഴത്തെ കർണാടക ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ മലയാള റിലീസിന് ഒരുങ്ങുകയാണ് ടെർബോ. ആദ്യ ദിവസം ഏകദേശം 150 പരം ഷോകളാണ് ചിത്രം കളിക്കാൻ പോകുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം ഏകദേശം 51 തിയേറ്ററിലാണ് ചിത്രം കളിക്കാൻ പോകുന്നത്. അവിടെ മാത്രം ഏകദേശം 100-ന് മുകളിൽ ഷോ ചിത്രം കളിക്കുന്നുണ്ട് ആദ്യ ദിവസം. മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് കർണാടകത്തിൽ ഇത്രയും അധികം ഷോകൾ ആദ്യ ദിവസവും ഇത്രയും അധികം തിയേറ്ററുകൾ ആദ്യ ദിവസം ലഭിക്കുന്നത്. അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ചിത്രം വൻപൻ റിലീസിനാണ് ഒരുങ്ങുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 350 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. 2024 മലയാള സിനിമയെ സംബന്ധിച്ച് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റുകളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ മികച്ചൊരു തിയേറ്റർ കൗണ്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിയേറ്റർ കൗണ്ട് മുതലെടുക്കാൻ ടെർബോ സിനിമയ്ക്ക് സാധിച്ചാൽ മികച്ചൊരു കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും വരാൻ സാധിക്കുമെന്ന് തീർച്ച തന്നെയാണ്. ടെർബോയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു ലാലേട്ടന്റെ ഒരു ചിത്രത്തിലെ ഗാനമുണ്ടെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ സംവിധായകൻ വൈശാഖ് തന്നെ ആ ഒരു വാർത്ത ഫേക്ക് ആണെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ ടെർബോ സിനിമയുടെ കേരള പ്രീസെയിൽ ഇന്നലെ രാത്രി 10 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം ചാർട്ട് ചെയ്തിരിക്കുന്നത് 1400 ഷോകളോളമാണ്. അതിൽ നിന്നും ടെർബോ സിനിമ നേടിയിരിക്കുന്ന പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 2,55,00,000 രൂപയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ആ ഒരു കേരള പ്രീസെയിൽ 3 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരള പ്രീസെയിൽ ടെർബോ എത്ര കോടി വരെ കളക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.